ഇതെങ്ങനെ 80% വരും ഓയിസ്റ്റർ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും. വിജിച്ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ മുരിവറച്ചി ഇങ്ങനെ കുക്ക് ചെയ്ത് നോക്കാൻ പോവേണ്ട. അതിലിടാനുള്ള മെയിൻ സംഭവം എന്റെ കയ്യിലുള്ള. അതിന് മുൻപ് ആദ്യം നമ്മുടെ മുരിവറച്ചി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കറിവേപ്പിലും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ 10-15 മിനിറ്റ് നമ്മൾ മുരിവറച്ചി വേവിക്കുമ്പോൾ ഈ പരുവത്തിലായിക്കിട്ടോട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങാക്കോലും ബാക്കിയുള്ള ഐറ്റങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കും. മുരിങ്ങാക്കോല് കഴിഞ്ഞെങ്കിൽ അടുത്ത 2 മെയിൻ ആൾക്കാരാണ് പച്ചമാങ്ങയും തേങ്ങാപ്പാൽ. ഈ കാണുന്ന പോലെ ഒന്നാം പാല് ഒരു പാത്രത്തിൽ, രണ്ടാം പാല് വേറൊരു പാത്രത്തിൽ. എന്നിട്ട് വേവിച്ച് വെച്ച മുരിവറച്ചിയിലോട്ട് അരിഞ്ഞു വെച്ച മുരിങ്ങാക്കോലും പച്ചമാങ്ങയും സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് കൊട്ടിയിടാം. എന്നിട്ട് ഈ കാണുമ്പോൾ 5-8 തവണ ഇളക്കി അങ്ങോട്ട് എടുക്കും. പിന്നെ നമ്മുടെ രണ്ടാം പാലാട്ടോ ഒന്നാമത് ഒഴിക്കേണ്ടത്. എന്നിട്ട് പിന്നെയും അങ്ങോട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നല്ലതുപോലെ നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കും. എന്നിട്ട് അടുപ്പിന്റെ മേലെ കയറ്റിട്ട് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കും. പരിപാടി കഴിയാറാടിയിട്ടാ ഒരു തള തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഒന്നാം പാൽ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് ഈ കാണുന്ന പോലെ കുത്തി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കും. പിന്നെയും മൂടി വെച്ച് അടയ്ക്കാതെ അങ്ങോട്ട് കിടന്ന് തിളക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് മാത്രമല്ല 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കും. ആ സമയത്ത് നമ്മൾ ആദ്യം അടുപ്പത്ത് വെച്ച ചട്ടിയിലോട്ടും ഒരു നോട്ടം വേണം. പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞ് ചോറുകളും നേരായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കലാശക്കൊട്ടെന്ന പോലെ താളിച്ചെടുത്ത ഐറ്റങ്ങളെല്ലാം കൂടി ഈ കാണുന്ന പോലെ പകർന്നു കൊടുക്കുക. ചോറിലൊഴിച്ച് കഴിക്കാനും ഇടയ്ക്കിടയ്ക്ക് കടിച്ചു വലിക്കാനും ഇതിനേക്കാൾ പറ്റിയ ഐറ്റം വേറെ ഇല്ലട്ടാ.